വെൽക്കം ബാക്ക് ടു ഹേലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. താങ്ക്സ് ഗിവിംഗ് ഒക്കെ അടുത്ത് വരികയാണല്ലോ അല്ലേ? അപ്പോൾ ഞാനോടത്ത് താങ്ക്സ് ഗിവിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, താങ്ക്സ് ഗിവിങ്ങിന് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ടർക്കി തന്നെയാണ്. നമ്മൾ അതിന് പലവിധ സൈഡ് ഡിഷസ് ഉപയോഗിക്കാറുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ കാസറോൾ ആണ്. അതിനകത്ത് നമ്മൾ മാർഷ്മെല്ലോയും പീക്കൺസും ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. സ്വീറ്റ് പൊട്ടാറ്റോ കാസറോൾ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 5 മീഡിയം സൈസ് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രൗൺ ഷുഗറാണ്. ഇത് ഏകദേശം 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ വേണം. ഏകദേശം 1 സ്റ്റിക്ക് ബട്ടറോളം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ടർ കുറച്ച് വേണ്ടവർ അത്രയും കുറച്ച് ഉപയോഗിച്ചാലും മതി. പിന്നെ ഒരു എഗ്ഗ് വേണം. പിന്നെ വേണ്ടത് ഗ്രൗണ്ട് സിനമൺ ആണ്, നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചത്. പിന്നെ കുറച്ച് വാനില എസൻസ് വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർഷ്മെല്ലോ ഇട്ടുണ്ടാക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് ഏകദേശം 1 കപ്പോളം മാർഷ്മെല്ലോ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് പീക്കൺസും സ്ലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് പീൽ ചെയ്ത് അതിൻ്റെ സ്കിന്നൊന്ന് കളയാം. അതിനുശേഷം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇത് പീൽ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സ്കിൻ കളഞ്ഞാലും മതി. പക്ഷെ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതാണ് എളുപ്പം. ഇപ്പോൾ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ എല്ലാം തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴുകി നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓരോന്നായിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അത് കുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇത് രണ്ടായിട്ട് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ ഓരോ പീസും 4ആയിട്ട് കട്ട് ചെയ്യുകയാണ്. ഓരോ സ്വീറ്റ് പൊട്ടാറ്റോയുടെ സൈസ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു സൈസിൽ ചെയ്താൽ മതി. അപ്പോൾ അത് വെന്ത് വരാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്യണം. അപ്പം നമ്മളൊരു പാൻ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നഖയ്ക്ക് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് ബോയിൽ ചെയ്യാനായിട്ട്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. എല്ലാം തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ എല്ലാം തന്നെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു തവി കൊണ്ട് നമുക്കിങ്ങനെ അതിൻ്റെ മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുണ്ട്, ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു മുട്ടയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് ബ്രൗൺ ഷുഗർ ഈ സമയത്ത് ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെൽറ്റഡ് ബട്ടറാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് വാനില എസൻസ്, ഇത് 1 ടീസ്പൂൺ വാനില എസൻസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സിനമൺ പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. എല്ലാം തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനും ഇത് സഹായിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യേണ്ട പാൻ ഞാൻ കുറച്ച് ബട്ടറൊക്കെ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോയുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ മോള് നന്നായിട്ട് ഈവൻ ആയിട്ട് ഒന്ന് ഫ്ലാറ്റനാക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാർഷ്മെല്ലോ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ മാർഷ്മെല്ലോ ഇടുന്നത്. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മാർഷ്മെല്ലോ എല്ലാം തന്നെ നമ്മുടെ അതിൻ്റെ മുകളിലേക്ക് ലെവൽ ചെയ്തിടുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പീക്കൺസും ഈ സമയത്ത് നമുക്കതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓവനകത്തേക്ക് വെക്കാം. അപ്പോൾ ഓവൻ ഈ സമയത്ത് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 350 ഡിഗ്രിയിലാണ് ഞാനിത് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ ഓവനകത്ത് നമ്മൾ ഏകദേശം ഒരു 20-25 മിനിറ്റോളം എടുക്കും ഇത് റെഡിയായി വരാനായിട്ട്. നമ്മൾ നോക്കേണ്ടത് ഈ മാഷ്മെലോയുടെ കളറ് ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണം. നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്കൊരു ചെറിയ പീസ് ഒന്ന് കഴിച്ചു നോക്കിയാലോ. മാഷ്മെലോയും പീക്കൺസും എല്ലാം കൂടെ കൂടി വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് സ്വീറ്റ് പൊട്ടാറ്റോ കാസറോൾ ഉണ്ടാക്കുന്നതെന്ന്. ഇപ്രാവശ്യത്തെ താങ്ക്സ് ഗിവിങ്ങിന് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഗിവിങ്ങിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് മുമ്പ് ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.